ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശാരികയാണെങ്കിൽ ആകെ ദേഷ്യത്തോടെയും വിഷമത്തോടെയും ഇങ്ങനെ കാത്തു നിൽക്കുക. അപ്പോഴാണ് അനുപല്ലവി വന്നിട്ട് പറയുന്നത്, ശാലിനി മാഡം പറഞ്ഞു കുറച്ചു നേരം വെയിറ്റ് ചെയ്യാന്, മാഡം മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്ന് കാണാമെന്ന്. ശാരികയ്ക്ക് അത് കേട്ടിട്ട് ദേഷ്യം സഹിക്കാൻ വയ്യ. പിന്നെ അവിടെ സൗകര്യത്തിന് കാണാൻ നിൽക്കുമല്ല ഞാൻ, എനിക്കതിന് സൗകര്യമില്ലെന്ന് പറഞ്ഞേക്ക്. പിന്നെ അവൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് സമയം കളഞ്ഞിട്ടുണ്ട്, അവളുടെ പഠനത്തിന് വേണ്ടി. അവൾ ഇപ്പോൾ വലിയ കറങ്ങുന്ന കസേരയിലിരുന്ന് ഓർഡർ ഇട്ടല്ലോ. അവൾ ഇതുവരെ എത്തപ്പെടാൻ വേണ്ടിയിട്ടേ എൻ്റെ സമയം ഞാൻ ഒരുപാട് കളഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ശാരിക ഇങ്ങനെ ഭയങ്കര സങ്കടവും ദേഷ്യത്തോടി അനുപല്ലവിയോട് പറയുക. ചെന്ന് നിന്റെ കളക്ടറോട് പറഞ്ഞേക്ക്, എന്ത് ചെയ്യണം എന്തു പറയണം എന്നൊന്നും അറിയാതെ അനു ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുവാണ്. ശാരിക അങ്ങനെ അനുപല്ലവിയോട് പൊട്ടിത്തെറിച്ചിട്ട് ദേഷ്യത്തോടെ കരഞ്ഞുകൊണ്ടങ്ങ് പോവുകയാണ്. ഇതൊന്നും അറിയാതെ ശാലിനി അവിടെ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുമായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ശാലിനി അനുവിനോട് ചോദിക്കുന്നു, എവിടെ ശാരി ചേച്ചി, വരാൻ പറ. അത് മാഡം, ശാരി ചേച്ചി പോയി, ആകെ വയലൻ്റായിട്ടാണ് പോയത്, ഇരിക്കാൻ പറഞ്ഞിട്ടൂടെ കേട്ടില്ല. ശാലിനി ഉടനെ തന്നെ അവളുടെ ഫോൺ എടുത്ത് ശാരികയെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ശാരികയാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ശാരിക ആ ഫോൺ കാണുന്നുണ്ട്, ശാലിനിയാ വിളിക്കുന്നതെന്ന്. പക്ഷേ ശാരിക ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അനു പറയുന്നുണ്ട്, മാഡം ഫോൺ എടുക്കാൻ സാധ്യതയില്ല, അത്രയ്ക്ക് വയലൻ്റായിട്ടാണ് ആൾ പോയിരിക്കുന്നത്. എന്തു ചെയ്യാനാ, എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ വേണം, പക്ഷേ നമ്മളുടെ പ്രശ്നം പരിഹരിക്കാനോ ആരുമില്ല. എന്തായാലും ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ അനു, വീട്ടിൽ ചെന്ന് കണ്ട് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും പറഞ്ഞ് ശാലിനി വീട്ടിലോട്ട് പോവുകയാണ്. ഈ സമയത്താണെങ്കിൽ ശാരിക ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുക. ശ്യാമ ഒരു അമ്പലത്തിൻ്റെ വാതിക്കൽ ഇങ്ങനെ ശാരികയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുവാണ്. ശാരിക അങ്ങനെ ശ്യാമയുടെ അടുത്തോട്ട് വരികയാണ്. ശ്യാമ പെട്ടെന്ന് കൈക്ക് പിടിച്ചിട്ട് ചോദിക്കുന്നു, എന്താ ശാരി ചേച്ചി എന്നെ കാണണമെന്ന് പറഞ്ഞത്? എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ചു നേരം ഒന്ന് നിൽക്കണമെന്ന് തോന്നി, എനിക്കും ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നൊന്ന് എന്നെ തന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ. എന്താ വല്യേച്ചി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ശാരിയെ കരഞ്ഞുകൊണ്ട് പറയാം, എനിക്ക് ആരുമില്ലാത്തവളായി പോയി മോളെ നിൻ്റെ വല്യേച്ചി. അച്ഛനുമില്ല അമ്മയുമില്ല, എന്നും സഹായത്തിന് വേണ്ടി കൂടെ കാണുന്നു കരുതിയ ആ വലിയ ഉദ്യോഗസ്ഥക്കാരി എൻ്റെ അനിയത്തി എന്നെ ആട്ടി ഇറക്കുകയും ചെയ്തു. ചേച്ചി എന്തോ ഈ പറയുന്നത്, കുഞ്ഞേച്ചിയോ? അതേ മോളെ, ആ കളക്ടർ മാഡത്തിനെ കാണുന്നതിന് വേണ്ടി മുൻകൂട്ടി അനുവാദം മേടിച്ചുകൊണ്ട് ചെല്ലണമായിരുന്നു. അങ്ങനെ അനുവാദം വാങ്ങിക്കേണ്ട കാര്യമൊന്നുമേ ഈ ശാരികയ്ക്കില്ല. എൻ്റെയും കൂടെ വിയർപ്പാ മോളെ, അവളിപ്പോൾ ഞെളിഞ്ഞിരിക്കുന്ന ആ കസേര എന്നുള്ള കാര്യം അവളങ്ങ് മറന്നു. പഠിത്തത്തിലേ ഞാൻ മോശമായതുകൊണ്ടൊന്നും അല്ല എൻ്റെ പഠനം ഞാൻ നിർത്തിയത്. അമ്മയെ സഹായിച്ചുകൊണ്ട് ശാലിനിയെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ സ്വയം ഒഴിഞ്ഞു കൊടുത്തതാ. ഞാൻ കൊണ്ട കരിയും പുകയുവാ അവൾക്ക് AC റൂമിൽ ഇരിക്കാനുള്ള കഴിവ് നേടിക്കൊടുത്തത്. അവൾ ഉയരട്ടെ, എത്ര വേണമെങ്കിലും ഉയരട്ടെ, നമ്മളെയൊക്കെ ഇടിച്ച് താഴ്ത്തിയിട്ട് അവൾ ഉയരട്ടെ, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അപമാനിക്കരുത്, പ്രത്യേകിച്ച് എന്നെ. അവൾക്ക് വേണ്ടി ഞാൻ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് മോളെ. അത് കേട്ട് ശ്യാമ പറയാം, വലിയേച്ചി ഇതിനൊന്നും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അധികാരവും കൈ നിറയെ പണവും വരുമ്പോൾ എല്ലാവരും എല്ലാം അങ്ങ് മറക്കും. അവിടെ കഷ്ടപ്പെട്ടതോ ഒന്നിച്ച് പട്ടിണി കിടന്നതോ ഒന്നും ആർക്കും ഓർമ്മയുണ്ടാവില്ല. അവനവൻ്റെ നിലനിൽപ്പും മാന്യതയും മാത്രമേ നോക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ വന്ന വഴിയുള്ള മുഖങ്ങൾക്ക് പരിചയഭാവം കൂടെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. വലിയേച്ചി എന്തിനാ കുഞ്ഞേച്ചിയെ കാണാൻ കളക്ടർ ഓഫീസിൽ പോയത്? എന്തോ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ. എന്താ, അച്ഛൻ വഴക്ക് പറഞ്ഞോ, അതോ അമ്മയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായോ? അല്ലാതെ വലിയേച്ചി ഇങ്ങനെ ഓടിപ്പാഞ്ഞ് പോകില്ലല്ലോ. ശാരിക കരഞ്ഞോണ്ട് പറയുക, എനിക്കാരുമില്ല മോളെ. രാജീവേട്ടനാണെങ്കിൽ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുക. അതെന്തായാലും രാജീവേട്ടൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആയിരിക്കില്ല, അമ്മയുടെ അമ്മാവൻ്റെ നിർബന്ധപ്രകാരമായിരിക്കും. ഞാൻ വിളിച്ചാൽ രാജീവേട്ടൻ ഫോൺ എടുക്കില്ല, പക്ഷേ ശാലിനി വിളിച്ചാൽ ഫോൺ എടുക്കും. അതിനുവേണ്ടിയാണ് മോളെ ഞാൻ ശാലിനിയുടെ അടുത്തോട്ട് പോയത്. പക്ഷേ അതിപ്പോൾ എനിക്ക് വലിയൊരു അപമാനമായി മാറി. എന്നെ പ്രത്യേകിച്ചും അവളിങ്ങനെ അപമാനിക്കരുതായിരുന്നു. അല്ലെങ്കിൽ തന്നെ ശ്യാമയ്ക്കാണെങ്കിൽ ഇപ്പോൾ ശാലിനിയെ കണ്ടുകൂടാ. സത്യാമ്മ ശാലിനിയെ സ്നേഹിക്കുന്നത് ഒന്നും ശ്യാമയ്ക്ക് തീരെ പിടിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ശാരികയുടെ കുറ്റപ്പെടുത്തലും കൂടെ ചേർന്ന് ശ്യാമയങ്ങ് ശാലിനിയെ ദുഷിക്കാൻ തുടങ്ങുകയാണ്. കുടുംബശ്രീ ശാരദയുടെ മോൾ കളക്ടറായപ്പോൾ ആ കുടുംബം തന്നെ രക്ഷപ്പെട്ടു. കൂടപ്പിറപ്പുകളുടെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നൊക്കെ എല്ലാവരും വിളിച്ചു പറഞ്ഞു. എന്നിട്ടിപ്പോൾ എന്തായി? പണ്ടൊക്കെയാ കുഞ്ഞേച്ചി സഹിച്ചും പുറത്തുമൊക്കെ കഴിഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ അധികാരത്തിൻ്റെ ഗർവിൽ എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെ ശാലിനി ചെയ്തു കൊടുത്ത എല്ലാം നന്ദിയും മറന്നിട്ട് പറയുവാണ്. ശാരിക കരഞ്ഞുകൊണ്ട് പറയുക, ആരുമില്ലാത്തവർ ജീവിക്കേണ്ട അവകാശമില്ല. ഇവിടെ അങ്ങനെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല, മരിക്കുന്നതാണ് നല്ലത്.
വല്യേച്ചി അങ്ങനെ ഒന്നും പറയരുത്. ദൈവത്തിൻ്റെ മുന്നിൽ കണക്കുകൾ ബോധിപ്പിച്ചാൽ മതി, അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ജീവനെടുക്കാനുള്ള അവകാശം നമുക്കില്ല. അതുകൊണ്ട് നമ്മളും ജീവിക്കണം. അങ്ങനെ നമ്മളെ ചതിച്ചുകൊണ്ട് ഇവിടെ ആരും ആളാകണ്ട. വല്യേച്ചിയുടെ കൂടെ ഞാനുണ്ട്. പണമുള്ളവൻ്റെ ഒപ്പം തന്നെ അവൻ ശ്വസിക്കുന്ന ജീവവായു തന്നെയാണ് മറ്റുള്ളവരെ ശ്വസിക്കുന്നത്. അതിനുള്ള അവകാശം അവർക്കുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെന്തിനാ നമ്മുടെ ജീവിതം ഇല്ലാതാക്കുന്നത്? കണക്കുകളൊക്കെ ഈശ്വരനെ ബോധിപ്പിച്ചാൽ പോരെ വല്യേച്ചി? അതിന് ഈശ്വരൻ നമുക്കായിട്ടൊരു സമയം തരും. ശ്യാമയാണെങ്കിൽ ശാലിൻ്റെ കാര്യത്തിലങ്ങ് ആകെ ദേഷ്യത്തോടെ നിൽക്കുവാണ്. വല്യേച്ചി വിഷമിക്കണ്ട, എന്നും ശ്യാമ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ശാരിയെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് ശ്യാമ. കുടുംബശ്രീ വീട്ടിൽ ശാരദാമ്മ ഇങ്ങനെ മുറ്റമൊക്കെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുവാണ്. ഗോപാലേട്ടനും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ സമയത്ത് ശാലിനി അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മേ, ശാരിയേച്ചി എന്തിയെ? ശാരിയേച്ചി എന്നെ കാണാനായിട്ട് കളക്ടർ ഓഫീസിൽ വന്നിരുന്നു. പക്ഷേ ഞാൻ അപ്പോഴൊരു മീറ്റിങ്ങിലായിരുന്നുകൊണ്ട് എനിക്ക് ശാരിയേച്ചിയെ കാണാൻ പറ്റിയില്ല. ശാരിയേച്ചി ഇങ്ങ് പോകുന്നെന്ന് പറഞ്ഞു. ഞാനൊന്ന് ശാരിയേച്ചിയോട് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് അകത്തോട്ട് കയറാനൊരുങ്ങുമ്പോൾ ശാരദാമ്മ പറയുന്നു, അതിന് അവളിവിടെ ഇല്ലല്ലോ. ഇവിടെ വന്നില്ലെന്നോ? അവിടുന്ന് എപ്പോഴേ ഇറങ്ങിയതാണല്ലോ. അവിടെ സങ്കടം പറയാനായിട്ട് വന്നതായിരിക്കും മോടെ അടുത്തോട്ട് എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ ശാലിനി ചോദിക്കുക, സങ്കടമോ? എന്തിൻ്റെ? ശാരിയേച്ചി സങ്കടപ്പെടാൻ വേണ്ടി ഇവിടെ എന്തുണ്ടായി? അപ്പോൾ ഗോപാലേട്ടൻ പറയുന്നു, മോളെ, അവളെ ഇങ്ങനെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് അവളെയും കൂട്ടി രാജീവിൻ്റെ വീട്ടിലോട്ട് പോകാനൊരുങ്ങുമായിരുന്നു. അപ്പോൾ രാജീവിൻ്റെ ഒരു വക്കീൽ നോട്ടീസ് ആ സമയത്തൂടെ വന്നു. വക്കീൽ നോട്ടീസോ? ആ, ബന്ധം വേർപെടുത്താനുള്ള വക്കീൽ നോട്ടീസ്. അത് അവൻ്റെ തീരുമാനമായിരിക്കില്ല, അവൻ്റെ അമ്മയുടെയും അവൻ്റെ അമ്മാവൻ്റെ നിർബന്ധപ്രകാരമായിരിക്കും. അതെന്തുവായാലും അവൻ അറിയാതെ അവനെ അതിൽ ഒപ്പുവെക്കില്ലല്ലോ. അതിനെക്കുറിച്ചുള്ള സങ്കടത്തിലായിരുന്നു അവൾ. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയായിരിക്കും മോടെ അടുത്തോട്ട് വന്നത്. ശാരിയേച്ചി ഇപ്പോഴും ഇങ്ങ് എത്തിയില്ലല്ലോ, അവിടെ നിന്ന് എപ്പോഴേ പുറപ്പെട്ടതാണല്ലോ. പിന്നെ ഇത് എങ്ങോട്ട് പോയതായിരിക്കും എന്നിങ്ങനെ ശാരദാമ്മ സങ്കടപ്പെടുന്നുണ്ട്. അവൾ ആകെ വിഷമത്തിലാണ്. ഇനി വേണ്ടാത്തതെന്തെങ്കിലും കാണിച്ചു കൂട്ടുവോ? നീ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് നിന്നോട് പോലും ഒരു അക്ഷരം മിണ്ടാതെ അല്ലേ അവിടെ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് എന്നൊക്കെ പറഞ്ഞ് ഗോപാലേട്ടനും ദേഷിക്കുന്നുണ്ട്. അവൾ അത്ര കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, അവളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ട്, അവളിങ്ങി തിരിച്ചു വന്നോളും എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് വീണ്ടും സങ്കടം. അല്ല ഗോപാലേട്ട, പൊട്ട ബുദ്ധിക്ക് അവൾ എന്തെങ്കിലും വേണ്ടാത്തത് കാണിച്ചാലോ? ശാലിനിക്കും ആകെ സങ്കടമാകുക. ശാലിനി പെട്ടെന്ന് ശാരികയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. ശാലിനിയുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ആ സമയത്ത് ഒരു ഓട്ടോറിക്ഷയിൽ ശാരിക അങ്ങോട്ട് വരുവാണ്. ഗോപാലേട്ടൻ ദേഷ്യത്തോടെ ചോദിക്കുന്നത്, നീ ഇവിടെ നിന്ന് ആരോടും പറയാതെ എങ്ങോട്ട് പോയതാ? നീ തന്നെയാണോ നിന്റെ കാര്യങ്ങളൊക്കെ അങ്ങ് തീരുമാനിക്കുന്നത്? നീ എന്തിനാ ശാരികയെ കളക്ടർ ഓഫീസിൽ പോയത് എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ, എന്ത് ചെയ്യാനാ, എൻ്റെ ഒരു അവസാനത്തെ ശ്രമമെന്ന പോലെയാണ് ഞാൻ അവിടെ ചെന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോഴല്ലേ അറിഞ്ഞത് കളക്ടർ കൊച്ചമ്മയെ കാണാൻ വേണ്ടി നേരത്തെ അപ്പോയിൻമെൻറ്റ് ഓർഡർ എടുത്തിരിക്കണമെന്ന്. കൊച്ചമ്മയെ കാണാൻ അങ്ങനെയൊക്കെ അനുവാദം വേണമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകത്തില്ലായിരുന്നു. ശാരിക അങ്ങനെ ശാലിനിയെ നോക്കി ദേഷ്യപ്പെടുവാണ്. ശാലിനിയാണ് സങ്കടപ്പെടുക. എന്ത് ചെയ്യാനായി? വിവരമില്ലാത്തവരോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. എൻ്റെ ചേച്ചി ഒരു ഓഫീസിലേക്ക് വരുന്നതിന് അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതും ഒരു ജില്ല ഭരിക്കുന്ന കളക്ടറാവുമ്പോൾ നമ്മളത് മാനിച്ചില്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ചുറ്റുമുള്ളവരൊന്ന് നോക്കും. ഓ, അപ്പോഴത് അങ്ങനെയാണല്ലേ? നേരത്തെ കൂട്ടി ഞാൻ നിൻ്റെ അനുവാദം മേടിച്ചിരിക്കണം. നീ ഇരിക്കുന്ന ആ കസേരയുണ്ടല്ലോ, അതെൻ്റെയും കൂടെ വിയർപ്പിൻ്റെ ഫലവാ. ഞാനും കൂടെ ചേർന്ന് ഹോട്ടൽ പണി എടുത്തിട്ടാണ് നിനക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നത്. അതുകൊണ്ട് വന്ന വഴിയൊന്നും നീ മറക്കാൻ പാടില്ലായിരുന്നു. ഗോപാലേട്ടന് ദേഷ്യം വരുന്നുണ്ട്. നീ എന്തൊക്കെയാ ശാരികയെ വിളിച്ചു പോകുന്നത്? എന്താ എല്ലാവരും കരുതിയിരിക്കുന്നത്? ഞാനിവിടെ മറ്റൊരു കുടുംബശ്രീ ശാരദയെ പോലെ ജീവിക്കണമെന്നോ? അപ്പോൾ എനിക്കൊരു കൊച്ചുകൂടി ആയാൽ നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ തള്ളിക്കളയുമല്ലോ. അതിനു മുൻപൊരു അവസാന ശ്രമം എന്ന പോലെ രാജീവേട്ടനോട് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ കൊച്ചമ്മയെ കാണാൻ കളക്ടർ ഓഫീസിലോട്ട് പോയത്. ഞാൻ വിളിച്ചാൽ രാജീവേട്ടൻ ഫോൺ എടുക്കത്തില്ലല്ലോ. എനിക്കറിയാം ഇനി എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ശാരിക അകത്തോട്ടങ്ങ് ഓടിപ്പോവുകയാണ്. എന്തൊക്കെയായാലും രാജീവൻ ശാരികയെ കൈയൊഴിയത്തില്ലെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ശാരികയ്ക്ക്. അമ്മയും അമ്മാവനും ഒക്കെ അങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ഇപ്പോഴിങ്ങനെ ഒരു വക്കീൽ നോട്ടീസും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ശാരിക ആകെ തകർന്നു പോയിരിക്കുകയാണ്. വിഷമത്തോടെ ശാരദാമ്മയും ഗോപാലേട്ടനും പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, പാപം ആകെ തകർന്നു പോയിരിക്കുകയാണല്ലോ, എന്തും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലായിപ്പോയല്ലോ അവള് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാലിനി പറയുക, എല്ലാത്തിനും കാരണം ആ സ്ത്രീയാണ്. എന്തായാലും ഞാൻ അവരെ ഒന്ന് കാണട്ടെ. മോളെ, നീ സൂക്ഷിക്കണം, അവരൊരു വിഷപ്പാമ്പാണ് എന്നിങ്ങനെ ഗോപാലേട്ടൻ പറയുമ്പോൾ ശാലിനി പറയുന്നു, ആ വിഷം വലിച്ചെടുക്കാനുള്ള വിഷക്കല്ലുമായിട്ടാണെച്ചാ ഞാൻ പോകത്തുള്ളൂ. അങ്ങനെ ശാലിനി വിജയലക്ഷ്മിയെ കാണാനായിട്ട് പോകുന്നുണ്ട്.
ഈ സമയം ശ്യാമ വീട്ടിലങ്ങനെ കാത്തു നിൽക്കുവാണ്. ആ സമയത്ത് വിഷ്ണു അങ്ങോട്ട് വരുവാണ്. വിഷ്ണുവിനോട് പറയുന്നു, വിഷ്ണുവേട്ടാ, ഞാൻ വിഷ്ണുവേട്ടനെ കാത്തിവിടെ നിൽക്കുമായിരുന്നു. എന്താ ശ്യാമേ? അത് വിഷ്ണുവേട്ടാ, ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കാൻ പോവാണ്. എന്ന് വെച്ചാൽ എന്താ ശ്യാമയെ പറയുന്നത്? അതായത് ഞാനും രോഹിത്തും പപ്പിമോളും കൂടെ ഇവിടുന്ന് മാറുവാണെന്ന്. അതെന്താ ശ്യാമേ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായോ? അങ്ങനെ എന്തെങ്കിലും വിഷമം തോന്നിയിട്ടാണോ മാറണമെന്ന് തോന്നുന്നത്? ആരെക്കൊണ്ടാണ് നിനക്ക് വിഷമം തോന്നുന്നത്? അത് വിഷ്ണുവേട്ടാ, എനിക്ക് വിഷ്ണുവേട്ടനെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും വിഷമവും ഇല്ല. പിന്നെ ആരെയാ? ശാലിനിയാണോ? അത് വിഷ്ണുവേട്ട, തുറന്നു പറയുന്നതിൽ വിഷ്ണുവേട്ടൻ ഒന്നും തോന്നരുത്. കൂടപ്പിറപ്പുകൾ തമ്മിൽ അടിപിടി കൂടുന്നത് ശരിയല്ലല്ലോ. സത്യാമ്മയാണെങ്കിൽ സ്നേഹം കൊണ്ട് കുഞ്ഞേച്ചി അങ്ങ് മൂടുവാണ്. സത്യാമ്മയുടെ ഈ വേർതിരിവ് ശരിയല്ലല്ലോ. എന്തിനാണ് സത്യാമ്മ ഈ വേർതിരിവ് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കുഞ്ഞുങ്ങളെ പോലും സത്യാമ്മ വേർതിരിച്ചാണ് കാണുന്നത്. എപ്പോഴും സത്യയെ കൂടെ കൊണ്ടു നടക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ പപ്പിമോളുടെ മനസ്സിൽ എത്രത്തോളം വിഷമം തോന്നുന്നുണ്ടെന്നറിയാവോ? പപ്പിമോളെ സത്യാമ്മ ഒന്ന് നേരെ ചൊവ്വേ നോക്കത്തത് പോലുമില്ല. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല ശ്യാമേ. ഇതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലേ, ഇതൊക്കെ പരിഹരിക്കാവുന്നതല്ല ഉള്ളു. ഇതിനു മുമ്പ് അമ്മയ്ക്കാണെങ്കിൽ സത്യം എന്ന പേര് കേട്ടാലേ ദേഷ്യമായിരുന്നു. ഇതൊക്കെ ശ്യാമയ്ക്ക് അറിയാവുന്നതല്ലേ. അന്ന് കാണിച്ചതൊക്കെ തെറ്റായിരുന്നെന്ന് അമ്മയ്ക്ക് ബോധ്യപ്പെട്ട് കാണും. അതുകൊണ്ടായിരിക്കും അമ്മ ഇപ്പോൾ സത്യമോളെ സ്നേഹിക്കുന്നതും കൂടെ കൊണ്ടു നടക്കുന്നതും. അങ്ങനെയൊന്നും അല്ല വിഷ്ണുവേട്ടാ, ഇത് പപ്പിമോടെ മനസ്സിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അല്ല ശ്യാമേ, നിങ്ങൾ മാറി താമസിക്കണമെന്ന് പറയുന്നു, അതെങ്ങനെ ശരിയാവും? രോഹിത്തിനാണെങ്കിൽ പ്രത്യേകിച്ചൊരു ജോലി പോലും ഇല്ല. അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കും? അത് പിന്നെ വിഷ്ണുവേട്ട, രോഹിത്തിന് പുറത്തോട്ട് പോകാനുള്ളൊരു ചാൻസ് ഒത്തു വന്നിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് മാറിപ്പോകും. അതെങ്ങനെയാണ് ശരിയാവുന്നത് എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ വിഷ്ണു ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കാർ അങ്ങോട്ട് വരുന്നുണ്ട്. ആ സത്യാമ്മയും രാഘവേട്ടനും പപ്പിയും സത്യയും പൊന്നിയും പിള്ളച്ചേട്ടനും എല്ലാം ഗുരുവായൂർ പോയിട്ട് വരുന്ന വരവാണ്. പപ്പിമോളാണെങ്കിൽ വിഷ്ണു അച്ചാന്നും സത്യ അച്ചാന്നും വിളിച്ച് ഓടി വന്ന് രണ്ടുപേരും ചേർന്ന് വിഷ്ണുവിനെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. സത്യാമ്മ വലിയ സന്തോഷത്തോടാണ് കണ്ണനെയൊക്കെ കണ്ട് തൊഴുത്. പക്ഷേ ഒരൊറ്റ ഇരിപ്പിരുന്നുകൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്നും പറഞ്ഞാണ് സത്യാമ്മ ഇറങ്ങി വരുന്നത്. പൊന്നി, കുറച്ച് ചൂടുവെള്ളം തയ്യാറാക്ക് എന്ന് പറഞ്ഞിട്ട് സത്യാമ്മ അകത്തോട്ട് കയറി അങ്ങ് പോവുകയാണ്. മക്കളെ, നിങ്ങൾ കണ്ണനെയൊക്കെ കണ്ടോ, കണ്ട് തൊഴുതോ, ഫോട്ടോസൊക്കെ എടുത്തോ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു മക്കളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ പറയുന്നുണ്ട് ഫോട്ടോസൊക്കെ എടുത്തച്ചാ. വിഷ്ണു പപ്പിമോളെ കെട്ടിപ്പിടിച്ചങ്ങ് ഉമ്മ കൊടുക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കടം. ശ്യാമ പപ്പിയെയും കൊണ്ടുപോകുമല്ലോ എന്ന് പറഞ്ഞു തോർത്താണ്. ഇത് സത്യം ശ്രദ്ധിച്ചിട്ട് പറയാം, എന്താച്ചാ എനിക്ക് ഉമ്മ തരാത്തത്? പപ്പിക്ക് മാത്രമാണല്ലോ ഉമ്മ കൊടുത്ത്, മോക്കും തരാമല്ലോ എന്നും പറഞ്ഞ് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് വിഷ്ണു ഇങ്ങനെ മുത്തം കൊടുക്കുവാണ്. പപ്പി ശ്യാമയോട് ചോദിക്കുന്നു, എന്താ അമ്മ വരാഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറയുക, അമ്മയും അച്ഛനും മോളും കൂടെ മാത്രമായിട്ട് പോയി തൊഴാം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ വിഷമത്തിൽ നോക്കുന്നുണ്ട്. രോഹിത്ത് അവരോടൊപ്പം ഗുരുവായൂരിൽ പോയതിലൊക്കെ വളരെ സന്തോഷത്തോടെ നിൽക്കുവാണ്. രോഹിത്ത് ശ്യാമയുടെ ഈ തീരുമാനത്തിനൊന്നും യോജിക്കുന്നതുമില്ല. വിഷ്ണുവിൻ്റെ മനസ്സിൽ എന്തോ സങ്കടം തട്ടിയിട്ടുണ്ടല്ലോ എന്നിങ്ങനെ രാഘവേട്ടന് മനസ്സിലാകുന്നുണ്ട്. രാഘവേട്ടൻ വിഷ്ണുവിനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണ്. എന്താടാ മക്കളെ നിനക്ക് പറ്റിയത്? ഞാൻ വന്നപ്പം മുതൽ നിന്നെ ശ്രദ്ധിക്കുന്നതാണല്ലോ, നിന്റെ മുഖത്തൊരു വിഷമമുണ്ടല്ലോ, എന്താ മക്കളെ എന്നിങ്ങനെ രാഘവേട്ടൻ ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശ്യാമയെ നോക്കുവാണ്. വിഷ്ണു ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുന്നത് രാഘവേട്ടന് വലിയ വിഷമമാകുന്നു. രോഹിത്തിന് മനസ്സിലാകുന്നുണ്ട് ശ്യാമ എന്തോ മാറി താമസിക്കുന്ന കാര്യം വല്ലതും വിഷ്ണുവിനോട് പറഞ്ഞിട്ടുണ്ടാവുമോ എന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, വിഷ്ണു രാഘവേട്ടനോടും രോഹിത്തിനോടും ശ്യാമ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമോ? എന്തായിരിക്കും അവരുടെയൊക്കെ തീരുമാനം എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.